ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം. യേശുവിനെ അനുഗമിക്കുക. ലൂക്കോസ് 9:59. മറ്റൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാരേ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. 57 വാക്യത്തിൽ ആരംഭിച്ച് 62 വാക്യത്തിൽ അവസാനിക്കുന്ന ഖണ്ഡികയിൽ ശിഷ്യൻ ആകുവാൻ ആഗ്രഹിക്കുന്ന 3 കൂട്ടരെ കാണാം. ഇവരെ ഇന്നും നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കൂട്ടർ ശിഷ്യത്വത്തിൻ്റെ വില അറിയാത്തവരാണ്, കണക്കാക്കാത്തവരാണ്. യേശു വിളിക്കാതെ തന്നെ യേശുവിനെ അങ്ങോട്ട് ചെന്ന് ശിഷ്യനാകാമെന്ന് പറയുന്നവർ. ഇവർ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. യേശു അവനോട് വളരെ അരോചകമെന്ന് തോന്നുന്ന ഒരു മറുപടി പറഞ്ഞു. കുറുനരികൾക്ക് കുഴിയും പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അടുത്തയാളെ യേശു വിളിക്കുകയാണ്. അവൻ അനുഗമിക്കാൻ തയ്യാറുമാണ്. പക്ഷേ അവൻ്റെ പ്രാഥമികത അപ്പനെ കുഴിച്ചിടുക എന്നതാണ്. എന്ന് വെച്ചാൽ കുടുംബമാണ്. അതാണ് അവന് ഒന്നാമത്തേത്. യേശു ആവശ്യപ്പെടുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും ആണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന് വീടും കുടിയും പാടില്ല എന്നില്ല. മത്തായി ഈ സംഭവം വിവരിക്കുന്നത് യേശു പത്രോസിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ്. മൂന്നാമത്തവൻ വീട്ടിലുള്ളവരോടും നാട്ടുകാരോടുമെല്ലാം ഒരു യാത്രയെ പോവാങ്ങുന്ന കാര്യമാണ് പറയുന്നത്. സെറ്റിൽ ചെയ്യാനുള്ളതെല്ലാം സെറ്റിൽ ചെയ്യാൻ സമയം അവൻ ആവശ്യമാണ്. യേശു അവനോട് പറയുന്നത് പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കിയാൽ പുറകോട്ട് തിരിയും. പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നാൽ നീ വീഴും. ആ വീഴ്ച ഒരു വലിയ വീഴ്ചയായിരിക്കും. വീട്ടുകാര്യങ്ങളും മറ്റും ഒന്നും പാടില്ലെന്നല്ല യേശു പറയുന്നത്. വീട്ടുകാര്യങ്ങൾ അതൊരു ഒഴിവ് കഴിവാക്കരുത്. അതാണ് യേശു നമ്മോട് പറയുന്നത്. മുൻഗണന കൊടുക്കാൻ യേശുവിന് മുൻഗണന കൊടുക്കണം. അതാണ് യേശു ആവശ്യപ്പെടുന്നത്. വീട്ടിലുള്ളവരും നാട്ടുകാരും എല്ലാം അറിയട്ടെ നമ്മളുടെ പ്രാഥമികത, നമ്മൾ മുൻഗണന നൽകുന്നത് അവൻ്റെ രാജ്യത്തിനാണെന്ന് യേശു ആഗ്രഹിക്കുന്നതാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.